രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നവാഗത സംവിധായകയ്ക്കുള്ള പുരസ്കാരം ഇന്ദുലക്ഷ്മിക്ക് നൽകിയതിൽ വിവാദം. രണ്ടാമത്തെ സിനിമയ്ക്ക് പുരസ്കാരം നൽകിയത് മാനദണ്ഡം പാലിക്കാതെ. പുരസ്കാരം ഇന്ദുവിന്റെ അപ്പുറം എന്ന ചിത്രത്തിന്. ക്ഷേത്രഭണ്ഡാരത്തിൽ അബദ്ധത്തിൽ വീണ ഭക്തന്റെ ഐഫോൺ ദൈവത്തിന്റേതാണെന്നും ഇനി തിരികെ നൽകില്ലെന്നും തമിഴ്നാട് ദേവസ്വം വകുപ്പ്. സംഭവം ശ്രീ തിരുപ്പോരൂർ കന്ദസ്വാമി ക്ഷേത്രത്തിൽ. നഷ്ടപരിഹാരം നൽകുന്ന കാര്യം ആലോചിക്കാമെന്ന് ദേവസ്വം മന്ത്രി പി കെ ശേഖർ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് റെക്കോർഡുകളും ദൃശ്യങ്ങളും പൊതുജനം പരിശോധിക്കുന്നത് തടഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ ചട്ടഭേദഗതി. രേഖകളുടെ ദുരുപയോഗം തടയുക ലക്ഷ്യമെന്ന വിശദീകരണം. തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഇല്ലാതാക്കുമെന്ന് കോൺഗ്രസ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വീണ്ടും നടപടിയുമായി സർക്കാർ. തട്ടിയ പണം പലിശയടക്കം തിരികെ നൽകാൻ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് നോട്ടീസ്. പണം തിരിച്ചുപിടിച്ച ശേഷം മറ്റു നടപടികൾ. പഞ്ചാബിൽ 6 നില കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ദുഃഖകരമായ സംഭവമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ.